തിരോധാനങ്ങൾ എപ്പോഴും നിഗൂഢമാണ്. ഉത്തരങ്ങൾ പൂർണ്ണതയിലെത്താത്ത ചോദ്യങ്ങളും സംശയങ്ങളും മാത്രം ബാക്കിയാകുന്ന ഓരോ തിരോധാനത്തിലും പക്ഷേ കാത്തിരിപ്പും പ്രതീക്ഷയും ഒരിക്കൽ പോലും അസ്തമിക്കാറില്ല. കരയിൽ മാത്രമല്ല, കര കാണാ കടലിലും അനന്തതയുടെ ആകാശത്തും തിരോധാനങ്ങൾ സംഭവിക്കാറുണ്ട്. അത്തരത്തിൽ 74 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കഥയാണ് നോർത്ത് വെസ്റ്റ് ഓറിയന്റ് ഫ്ലൈറ്റ് 2501-ൻ്റേത്. വർഷം 1950 ജൂൺ 23. നോർത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ DC-4 വിമാനം ന്യൂയോർക്കിലെ ലാക്കോഡിയ എയർപോർട്ടിൽ നിന്നും രാത്രി 8:30 തന്നെ ടേക്ക് ഓഫ് ചെയ്തു. വാഷിംഗ്ടണിലെ സിയാറ്റിലായിരുന്നു ഡെസ്റ്റിനേഷൻ. 35-കാരനായ ക്യാപ്റ്റൻ റോബർട്ട് സി ലിൻഡ് ആയിരുന്നു പൈലറ്റ് ഇൻ കമാൻഡ്. വേൺ എഫ് വോൾഫ് ഫസ്റ്റ് ഓഫീസറായും ബോണി ആൻ ഫെൽമാൻ ഫ്ലൈറ്റ് അറ്റൻഡായും വിമാനത്തിൽ ഉണ്ടായിരുന്നു. 27 സ്ത്രീകളും 22 പുരുഷന്മാരും 6 കുട്ടികളും ഉൾപ്പെടെ 55 യാത്രക്കാരുമായാണ് വിമാനം യാത്ര തുടങ്ങിയത്. ടേക്ക് ഓഫിന് മുൻപ് മിഷിഗൺ തടാകത്തിന് മുകളിൽ ഇടിമിന്നലുണ്ടാകുമെന്ന് ക്യാപ്റ്റൻ ലിൻഡിന് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. ബെൻടൺ ഹാർബറിനും സൗത്ത് ഹെവനിനും ഇടയിലൂടെ സൗത്ത് വെസ്റ്റ് മിഷിഗൺ മറികടന്ന് വിമാനം മിഷിഗൺ തടാകത്തിന് മുകളിലെത്തി. സമയം രാത്രി 12:13. ക്യാപ്റ്റൻ ലിൻ 3500 അടി ഉയരത്തിലുള്ള വിമാനം 2500 അടിയിലേക്ക് താഴ്ത്താൻ അധികൃതരോട് അനുവാദം ചോദിച്ചു. ഫ്ലൈറ്റ് 2501-ൽ നിന്നുള്ള അവസാനത്തെ ആശയവിനിമയമായിരുന്നു അത്. എന്നാൽ താഴ്ത്തി പറക്കാനുള്ള കാരണം വ്യക്തമാക്കാതിരുന്നതിനാലും താഴെ കൂടുതൽ ട്രാഫിക് ഉള്ളതിനാലും എയർ ട്രാഫിക് കൺട്രോൾ അനുമതി നിഷേധിച്ചു. ജൂൺ 24 പുലർച്ചെ ഫ്ലൈറ്റ് 2501 തകർന്നതായുള്ള വാർത്ത പരന്നു. കോസ്റ്റ് ഗാർഡ് ആദ്യം സൗത്ത് ഹെവനിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയെങ്കിലും ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലായി. തുടർന്ന് തടാകത്തിൽ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ കോസ്റ്റ് ഗാർഡ് ജീവനക്കാർ ശ്രമം ആരംഭിച്ചു. 5 ദിവസത്തിനു ശേഷവും വിമാനം തകർന്ന സ്ഥലം കണ്ടെത്താനായില്ലെന്ന് അധികൃതർ അറിയിച്ചതോടെ തിരച്ചിൽ അവസാനിച്ചു. 58 പേർ കൊല്ലപ്പെട്ടതോടെ US-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാനാപകടമായി അതിന്ന് മാറി. ശക്തമായ കൊടുങ്കാറ്റിൽ പെട്ടതാകാം വിമാനം കൂപ്പുകുത്താൻ കാരണമെന്നാണ് ഭൂരിഭാഗം പേരും എത്തിച്ചേർന്ന നിഗമനം. അരനൂറ്റാണ്ടിന് ശേഷം 2003 മിഷിഗൺ ഷിപ്പ് റെക് റിസർച്ച് അസോസിയേഷൻ MSRA കോ-ഫൗണ്ടർ വലേരി വാൻ ഹീസ്റ്റ് ഫ്ലൈറ്റ് 2501-ന്റെ ദുരൂഹതകൾ നീക്കാനുള്ള ബൃഹത്തായ പദ്ധതി തുടക്കം കുറിച്ചു. കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. തുടക്കത്തിൽ വിമാനത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചത് സിവിൽ എയറോനോട്ടിക്സിന്റെ 4 പേജ് മാത്രമുള്ള ഒരു റിപ്പോർട്ടിൽ നിന്നാണ്. വിമാനത്തിന്റെ ഓപ്പറേറ്റർമാരും ക്രൂവും തമ്മിലുള്ള സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മാത്രമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. തുടർന്ന് അപകടത്തെ സംബന്ധിച്ച് മുമ്പ് പരിഗണിക്കാത്ത പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കാൻ വാൻ ഹീസ്റ്റ് ശ്രമം നടത്തി. 2004 മിഷിഗൺ ഷിപ്പ് റെക് റിസർച്ച് അസോസിയേഷനുമായി നോവലിസ്റ്റും പര്യവേഷകനുമായ ക്ലൈവ് കസ്ലർ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ നാഷണൽ അണ്ടർ വാട്ടർ മറൈൻ ഏജൻസി NUMA-യുമായി ചേർന്ന് ഒരു സംയുക്ത സംരംഭം നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ 2 ദശകങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ വിമാനം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും നഷ്ടപ്പെട്ട നിരവധി ഡസൻ കപ്പലുകൾ കണ്ടെത്തി. സംയുക്ത ടീമിന്റെ തിരച്ചിൽ ശ്രമത്തെക്കുറിച്ചറിഞ്ഞ് വിമാനാപകടത്തിൽപ്പെട്ട ഇരയുടെ ഒരു കുടുംബം വാൻ ഹീസിനെ 2006-ൽ ബന്ധപ്പെടുകയും ആ കൂടിക്കാഴ്ച ഇരയുടെ കുടുംബങ്ങളെ കണ്ടെത്താനുള്ള കൂടുതൽ വ്യക്തിപരമായ ദൗത്യത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു. തുടർന്ന് അന്ന് ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന 58 പേരിൽ 52 പേരുടെ കുടുംബങ്ങളെ അവർ കണ്ടെത്തുകയും ഓരോ യാത്രക്കാരനെ കുറിച്ചും അവരുടെ നഷ്ടങ്ങൾ കുടുംബങ്ങളെ എങ്ങനെ ബാധിച്ചുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ വൈകാരിക കഥകൾ വാൻ ഹീസ്റ്റിന് ഒരു പുസ്തകം എഴുതാൻ പ്രേരണയാവുകയും ചെയ്തു. 2008 സെപ്റ്റംബറിൽ യാത്രക്കാരിൽ ചിലരുടെ അവശിഷ്ടങ്ങൾ അടങ്ങുന്ന ഒരു അടയാളപ്പെടുത്താത്ത ശവക്കുഴി കണ്ടെത്തിയെന്നും മനുഷ്യാവശിഷ്ടങ്ങൾ കൂട്ടക്കുഴിമാടത്തിൽ സംസ്കരിച്ചുവെന്നും ഫാറ്റൽ ക്രോസിംഗ് എന്ന പുസ്തകത്തിൽ വാൻ ഹീസ്റ്റ് പറയുന്നു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ അറിയാതെയാണ് ഇത് നടന്നതെന്നും അവർ അവകാശപ്പെടുന്നു.
2004 മുതൽ 2013 വരെ MSRA NUMA ടീം മിഷിഗൺ തടാകത്തിന്റെ ഏകദേശം 450 ചതുരശ്ര മൈൽ ചുറ്റിയെങ്കിലും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രം കണ്ടെത്താനായില്ല. 74 വർഷങ്ങൾക്കിപ്പുറവും നിഗൂഢതയുടെ ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു ആകാശയാത്രയുടെ അവശേഷിപ്പായി തുടരുകയാണ് ഫ്ലൈറ്റ് 25